യുദ്ധം കഴിഞ്ഞു. ഓടിയവനും ഓടിച്ചവനും തളർന്നു. വിജയിച്ചവൻ കിതപ്പോടെ പിന്നിലേക്ക് നോക്കുമ്പോൾ ഓടിച്ചവൻ നിന്ന് കിതക്കുന്നുണ്ട്. ഒപ്പം തോൽവി സമ്മതിക്കാത്ത വീറും വാശിയും മുഖത്ത് വലിഞ്ഞു മുറുകുന്നുമുണ്ട്. ഇവിടെ വി ഡി സതീശനും കെ.സി. വേണുഗോപാലും തമ്മിലായിരുന്നു യുദ്ധം. ഈ യുദ്ധം കെ.സിയും ഒരുപറ്റം എം.എൽ.എമാരും മെനഞ്ഞെടുത്തതായിരുന്നു. എം.പിമാർ മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചവർ തന്നെ അധികാരത്തിന് വേണ്ടി കളം നിറഞ്ഞു നിന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതിന് കെ.സിയെ പ്രാപ്തനാക്കിയത് AICCയിലുള്ള അദ്ദേഹത്തിന്റെ അപ്രമാദിത്വമാണ്. അതല്ലാതെ എം.എൽ.എമാരുടെ പിന്തുണ മാത്രമല്ല, പക്ഷേ എല്ലാറ്റിനുപരി ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തിയെന്ന ബോധ്യപ്പെടുന്നതായിരുന്നു വിഡിയുടെ സ്ഥാനാരോഹണം. അതിലേക്ക് ചേർന്ന് നിൽക്കേണ്ട ഗതികേട് ഉണ്ടാക്കി വെച്ചതും കെ.സിയും ചെന്നിത്തലയും തന്നെയാണ്. പുരപൊളിച്ച് പന്തല് കെട്ടി അവിടെ നിന്ന് വി ഡി സതീശനും പുതിയ ഗവൺമെന്റിനും സ്വാഗതം പറയാനും ആശംസകൾ അർപ്പിക്കാനും മനമില്ല മനസ്സോടെ കെ.സിക്ക് കീഴടങ്ങേണ്ടി വന്നു. 102 അംഗ ഭൂരിപക്ഷം എന്ന് പറയുന്നത് സമകാലീന ചരിത്രത്തിൽ ഇല്ലാത്തതായിരുന്നു. അപ്പോൾ ആ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരു സർക്കാർ കേരളത്തിലുണ്ടാകും, UDFിൻ്റെ സർക്കാർ. ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി പാർട്ടി ഹൈക്കമാൻഡ് നിയമിച്ച ശ്രീ വി ഡി സതീശനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും. കെ.സി. വേണുഗോപാൽ നന്നായി തന്നെ വി ഡി സതീശനെ അനുമോദിക്കുകയും ആശ്ലേഷിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാനം വരാൻ പോകുന്ന പേമാരിയുടെ നാന്തിയായി ഒരു ഇടിമുഴക്കം ഉണ്ടാക്കിക്കൊണ്ടാണ് മാധ്യമപ്രവർത്തകരിൽ നിന്നും പിരിഞ്ഞത്. അതിങ്ങനെയായിരുന്നു: വേണമെങ്കിൽ എൻ്റെ സെക്രട്ടറി സ്ഥാനം കൂടി ഞാൻ ഒഴിഞ്ഞു നൽകാം എന്ന്. കോൺഗ്രസിൻ്റെ ഐക്യത്തിൻ്റെ മേലുള്ള ഒരു വെള്ളിടിയായിരുന്നു അത്. വീഡിയോ മുഴുവനായി കാണാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്യുകയോ വീഡിയോയ്ക്ക് താഴെ കാണുന്ന പ്ലേ ബട്ടൺ അമർത്തുകയോ ചെയ്യുക.